സിസ്റ്റം പെർഫോമൻസ് കൂടാൻ എന്ത് ചെയ്യണം? കൂടുതൽ RGB ഉണ്ടെങ്കിൽ കൂടുതൽ പെർഫോമൻസ് കിട്ടും എന്നൊക്കെ നമ്മൾ കളിയാക്കി പറയാറുണ്ട്. പക്ഷേ തെർമൽ പേസ്റ്റുകൾക്കും തെർമൽ പാഡുകൾക്കുമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന്റെ പേര് അൾട്ടിമേറ്റ് റീപേസ്റ്റ് കിറ്റ് എന്നാണ്. ഈ പ്രോഡക്റ്റ് ഇമ്പോർട്ടഡ് ഫ്രം പോളണ്ട് ആണ്. ഇതിനകത്ത് 2 ഐറ്റംസ് ആണ് വരുന്നത്. K5 Pro ഇത് തെർമൽ പാഡുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന തെർമൽ പുട്ടിയാണ്. അതുപോലെ തന്നെ ഇത് 3 grams വരുന്ന ക്രയോ 33 എന്ന് പറഞ്ഞ തെർമൽ പേസ്റ്റ്. ഇതൊരു ഹൈ പെർഫോമൻസ് തെർമൽ പേസ്റ്റ് ആണ്. 13 WMK വാല്യൂ വരും. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചെറിയ കോലും ഫ്രീ ആയിട്ട് അവർ അയക്കുന്നുണ്ട്. അപ്പോൾ തെർമൽ പേസ്റ്റ് മാറി തെർമൽ പുട്ടിയാക്കുമ്പോൾ ടെമ്പറേച്ചേഴ്സിൽ എന്ത് വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ ഞെട്ടിക്കുന്ന വ്യത്യാസമാണ് വരുന്നത്. പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ തെർമൽ പാഡ് ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ വിസിബിൾ ആയിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് പാസ് മാർക്കിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. ഒരു 6800 കിട്ടിക്കൊണ്ടിരുന്ന RX 6500M എന്ന് പറയുന്ന ഗ്രാഫിക് കാർഡിന് ഇപ്പോൾ കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് 8300 എബോവ് ആണ്. അപ്പം FPS എന്ത് ബൂസ്റ്റ് ഉണ്ടായി എന്ന് ആലോചിക്കണം. വെറും ഒരു തെർമൽ പാഡ് റീപ്ലേസ്മെന്റ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ എത്ര ഹൈ എൻഡ് കമ്പോണൻസ് മേടിച്ച് വെച്ചിട്ടും കാര്യമില്ല. അതിന് പറ്റിയ തെർമൽ പാഡുകൾ അല്ലെങ്കിൽ തെർമൽ പേസ്റ്റ് കൃത്യമായി ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് ഒരു ടൈം പീരീഡ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുകയും വേണം. നിങ്ങളുടെ സിസ്റ്റം പെർഫോമൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തെർമൽ പാഡ്സും അതെല്ലാം മാറി വളരെ കൃത്യമായി ഇതെല്ലാം ചെയ്തു പോയാൽ നിങ്ങൾക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടും. ഇനി ഇതിന്റെ പ്രൈസ് കൂടെ ഞാനൊന്ന് പറയാം. ഈ 2 കമ്പോണന്റ് ഇത് 10 grams ആണ് വരുന്നത്, K5 Pro. അതുപോലെ തന്നെ ക്രയോ 33 3 grams ആണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു കോല് കൂടെ ഉണ്ട്. ഇത് എല്ലാം കൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉൾപ്പെടെ 3000 രൂപയാണ് വരുന്നത്. 2800ഓളം ഇന്ത്യൻ റുപ്പീസ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 200 രൂപ കസ്റ്റംസ് ഡ്യൂട്ടി. അത് നമ്മൾ പോസ്റ്റ്മാൻ ഡെലിവറി ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ പേ ചെയ്താലും മതി.